ഹലോ ലവ്ലീസ്, ഈ ഡിസംബർ എല്ലാവർക്കും ഒരു ബ്ലെസ്സിങ് ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഡെറി ലോകത്തെ മറ്റൊരു ഉഗ്രൻ കാഴ്ചയിലേക്ക് പോകും മുന്നേ ഒരു കാര്യം, ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൻ്റെ ലിങ്ക് നമ്മുടെ ചാനലിൽ ആഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും തെറി വിളിക്കണമെങ്കിലോ മറ്റോ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതാകുമ്പോൾ ഞാൻ മാത്രമേ കാണുള്ളൂ, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ സിനിമാ പ്രേമി അനന്തു ബ്രോ പറഞ്ഞ പോലെ നല്ല മൂവീസ് സീരീസ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇടാനും അത് ഉപയോഗപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ അതാണ് സംഭവം, ഇൻസ്റ്റാ ലിങ്ക് ആഡാക്കിയിട്ടുണ്ട്. ഡെറിയുടെ 3ാം എപ്പിസോഡിൽ നമ്മൾ ഫ്രാൻസിസ് ഷായുടെ ഒരു കൊച്ചു ഫ്ലാഷ് ബാക്ക് കണ്ടു. 1908 ആളുടെ ജീവിതത്തിൽ നടന്നൊരു വലിയ സംഭവത്തെക്കുറിച്ചുള്ളത്. 6ാം എപ്പിസോഡിൽ എത്തി നിൽക്കെ നമ്മൾ മറ്റൊരു ഡാർക്ക് ഫ്ലാഷ് ബാക്കിലേക്ക് കടക്കുന്നത് 1935 പെന്നിവൈസിൻ്റെ 27 വർഷത്തിന് ശേഷമുള്ള അടുത്ത സൈക്കിളാണത്. ഡെറിയെ പിടിച്ചു കുലുക്കാൻ പോകുന്ന ബ്രാഡ്ലി ഗ്യാങ് കൂട്ടക്കൊല അരങ്ങേറാൻ പോകുന്ന ആണ്ടാണ്. നമ്മൾ പോകുന്നത് ലിലിയുടെ ദുസ്വപ്നമായ ജുനിപ്പർ ഹിൽ അസൈലത്തിലേക്കാണ്. കാരണം അവിടെ ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു, പേര് മേബിൾ എന്നും. രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്തായി ഈ മോളെ അസൈലത്തിലുള്ള ഒരു നേഴ്സ്, നമ്മുടെ ഇൻഗ്രീഡ് തന്നെ, അവൾ വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയി താഴത്തെ ബേസ്മെൻറ്റിലേക്ക്. കാരണം മേബിളിനോട് ഒരു ക്ലൗൺ വേഷം ധരിച്ചാൾ, ആരാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ, ആ ആൾ ആരും അറിയാതെ ഇവിടേക്ക് വരാൻ പറഞ്ഞിരുന്നു. ഡ്രെയിൻ പൈപ്പുകളോട് സംസാരിച്ച് തൻ്റെ കാർണിവൽ സർക്കസ് കാട്ടിത്തരാമെന്ന് പറഞ്ഞങ്ങനെ വിളിപ്പിച്ച കാര്യം മേബിൾ ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ അത് ഇൻഗ്രീഡ് കേൾക്കാനിടയായി. ഇതേ തുടർന്ന് അവൾ ആരും അറിയാതെ രാത്രി മേബിളുമായി താഴേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു ചുവന്ന ബലൂൺ കണ്ടു. മേബിളിനപ്പോൾ തന്നെ പേടിയായി തുടങ്ങിയിരുന്നു. അങ്ങനെ നോക്കി നിൽക്കെ ആ ബലൂൺ പറന്ന് വാതിൽക്കൽ ചെന്നു. മേബിളിനോടായി മുമ്പ് ഡോക്ടറെല്ലാം തോന്നലാണെന്ന് പറഞ്ഞപ്പോൾ ആ ക്ലൗൺ അവിടെ തന്നെ ഉണ്ടായിരുന്നു, പെന്നിവൈസ് ദ ഡാൻസിങ് ക്ലൗൺ. പിന്നെന്ത് സംഭവിച്ചു പറയാം, പക്ഷെ നിലവിലെ സാഹചര്യം നോക്കിയാൽ ടണലിൽ നടന്ന സംഭവത്തിന് യാതൊരു എക്സ്ക്യൂസും പറയാനില്ല. വില്ല് അവിടെ ആ സമയത്ത് എന്തിന് ഒരു നാശമായി അവിടെ എത്തി എന്ന കടുപ്പിലാണ് ഹാൻലൺ. അവൻ കാരണം സ്വന്തം സുഹൃത്തിനെ നഷ്ടപ്പെട്ട ദേഷ്യമാണ് മേജറിൽ മൊത്തവും ഉള്ളത്. വിൽ ഇതിനെല്ലാം കാരണം ടണലിലെ ആ സാധനമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ഹാൻലണും പറയുന്നുണ്ട് വളരെ പ്രശ്നമാണെന്നും അത് നമ്മുടെ തലയ്ക്കുള്ളിൽ കയറി മൈൻഡ് വെച്ച് മരണക്കളി കളിക്കുകയാണെന്നൊക്കെ. ഡെറി ടൗണിൽ നിന്നും വിട്ടുമാറി നിൽക്കുന്ന എയർബേസിൽ എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇനി മേലാൽ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോരെന്നുള്ള ഹാൻലൻ്റെതാക്കിയത് പക്ഷേ വില്ലിന് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. ഉള്ള കുറച്ച് കൂട്ടുകാർ ഇപ്പോൾ മൊത്തം പ്രശ്നത്തിലാണ്, അവർക്ക് വേണ്ടി ഇപ്പോൾ നിന്നേ പറ്റുള്ളൂ എന്നിങ്ങനെ അവൻ്റെ ഷാട്ടിയും പിടിച്ചിലും. ഒടുവിൽ ഷാർലറ്റ് നോക്കി നിൽക്കെ മകനെ കൈനീട്ടി അടിക്കുന്ന അവസ്ഥ വരെ ഉണ്ടാവുകയാണ്. ഹാൻലൻ്റെ സ്വഭാവം വെച്ച് ആ ഒരു നിമിഷത്തിൽ സംഭവിച്ചതാണെങ്കിലും നടക്കുന്നതോ പിന്നെ വിൽ അവിടെ ഒരു നിമിഷം പോലും നിൽക്കാതെ അച്ഛനെയും അത് പിടികൂടിയിരിക്കുകയാണെന്നും പറഞ്ഞ് ബേസിൽ നിന്ന് പെരുത്ത് കയറി ഇറങ്ങിപ്പോകുന്നു. പറഞ്ഞില്ലേ, മിസ്സിംഗ് പോസ്റ്റേഴ്സ് എന്നും ഡെറിയിലെ ഒരു തുടർക്കഥയാണ്. ഇപ്പോൾ അതിൻ്റെ കൂടെ ഒരു വാണ്ടഡ് പോസ്റ്ററും പ്രത്യക്ഷപ്പെടുമ്പോൾ അത് പാവം ഹാങ്കിൻ്റെയും. ഡെറി ജനങ്ങളെല്ലാം ഒരുമിട്ട് തന്നെ പിടികൂടാൻ കയ്യിൽ തോക്കും ആയുധങ്ങളുമായി നടക്കുവാണ്. റോണിയുടെ ആദി കൂടുന്നതല്ലാതെ ഒന്നുമില്ല. ആ ഡാഗർ തലനാരിഴയ്ക്ക് പെന്നിവൈസിൻ്റെ വായിൽ നിന്നും രക്ഷിച്ച കടാര അവൾ കൂട്ടരെ കാണിച്ച് ഇതിനെന്തോ പ്രത്യേകത ഉണ്ടെന്നും ആ മോൺസ്റ്ററിന് നല്ല പേടിയുണ്ടായത് കണ്ടപ്പോൾ എന്ന് ഗ്യാങ്ങിനോട് പറയുന്നെങ്കിലും അതാർക്കും അവൾ കൈമാറുന്നില്ല. കയ്യിൽ തന്നെ വെച്ച് കാട്ടി അതിൽ ഗ്രീക്കിലെ എന്തോ ആലോചന ചെയ്തതിനെക്കുറിച്ച് സംസാരിച്ച് ലിലിയുടെ അടുത്ത അതിബുദ്ധിയാകട്ടെ ഈ കടാരയുമേ ടണലിലേക്ക് പോയി നമുക്കതിനെ കൊല്ലാമെന്ന്. അങ്ങനെയാണെങ്കിൽ പ്രശ്നം തീരുമല്ലോ. റോണിക്ക് ഇരച്ചു കയറുന്നത് വേറൊന്നുമല്ല, ഏക്കനെ ഇവളുടെ വാക്കും കേട്ട് മാറ്റിയെന്ന് പറഞ്ഞു വന്ന ആ ചെറ്റയുമായി പോയി ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യമാണ്. ഇപ്പോൾ ദേ വീണ്ടും അടുത്ത പ്ലാനുമായി എത്തിയിരിക്കുന്നു. എന്തായാലും പറഞ്ഞ് ഇത് അവസാനിക്കുന്നത് വഴക്കിലും റോണിയുടെ പിണങ്ങിപ്പോക്കിലും. ലിലിയുടെ പക്ഷം നോക്കിയാൽ അവൾ സഹായിക്കാനാണ് നോക്കുന്നത്. ഫിൽ ജീവനോടെ ഉണ്ടെന്ന് ഒരാൾ വന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെ ഒന്നും ചെയ്യാതെ നിൽക്കാനാവും. അന്ന് ആ തിയേറ്ററിൽ വെച്ച് നടന്ന ഭീകരത നേരിൽ കണ്ടത് തന്നെ അവൾ മാത്രമാണ്. റോണി പ്രൊജക്ടർ റൂമിലല്ലായിരുന്നോ? ഒടുവിൽ തർക്കമായി റോണി ലിലിയോടായി നീ ആ പ്രാന്താശയത്തിൽ തന്നെ കിടന്നാൽ മതിയായിരുന്നു എന്നവരുടെ ആ വിഷമത്തിൽ കടുപ്പിച്ച് പറഞ്ഞിറങ്ങി പോകുന്നു. വിൽ റോണിയെ ശാന്തമാക്കാൻ പോകുമ്പോൾ ലിലിയുടെ ഇത് കേൾക്കുമ്പോഴുള്ള വേദന പറയണ്ടല്ലോ. റോണിക്ക് പിറകെ ഓടിച്ചിരുന്ന വിൽ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതും അവൾ പെട്ടെന്ന് തന്നെ റിയലൈസ് ചെയ്യുന്നുണ്ട് ലിലിയോട് അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നുവെന്ന്. പക്ഷേ റോണിയുടെ അവസ്ഥ ഇങ്ങനെയായി പോയി. എന്തിനൊക്കെ പേടിക്കണം, സ്വന്തം അച്ഛനെന്തെങ്കിലും പറ്റുമെന്ന്, അമ്മയെ, പിന്നെ ആ സാധനത്തെ പേടിച്ച് അങ്ങ് ഇല്ലാണ്ടായി നിൽക്കുവാണ്. ആ ഒരു ബ്രേക്ക് ഡൗണിൽ റോണി വില്ലിനെ കെട്ടിപ്പിടിച്ച് പോയില്ലേ പ്രശ്നമുള്ളൂ. രണ്ടുപേരും പുണർന്നങ്ങനെ പരസ്പരം നോക്കി നിന്നൊരു പ്രത്യേക ഫീലിംഗ് ഉണ്ടാവുകയാണ്. അമ്മ പൊക്കി ഷാർലറ്റ് രണ്ടെണ്ണത്തിനെയും തൂക്കി വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്ന എവിടേക്കാണെന്നോ? ആ ഷെഡിലേക്കാണ്. ഡിക്കും സംഘവും ഒപ്പിച്ചെടുത്ത ബ്ലാക്ക് സ്പോട്ട് എന്ന് പേരിട്ട ആ ഡീകമ്മീഷൻ ഷെഡിലേക്ക്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മുന്നേ ഹാങ്കിനെ പറ്റി സംസാരിക്കാൻ ഇൻഗ്രിഡ് ബേസിലേക്ക് വന്ന് ഷാർലറ്റുമായി സംസാരിച്ച് അവർ ഒരു കൺക്ലൂഷനിലെത്തി. ഷാർലറ്റ് തൻ്റെ നിറക്കാരുടെ സഹായത്താൽ ഇപ്പോൾ ഹാങ്കിനെ ഒളിപ്പിച്ചിട്ടുള്ളത് ഈ ഷെഡിലാണ്. ഓടയുടെ ടണലിൽ നിന്നും മനസ്സ് മൊത്തം ഭീകരത നിറഞ്ഞ് അവശനായി നടന്ന ഷെഡിലേക്ക് എത്തുന്ന ഡിക്ക് ഹാലോറാൻ കൂട്ടരെ കണ്ട് റിലീഫിനായി ഒരു ബിയറെടുത്ത് പിന്നാമ്പുറത്തെ റൂമിലേക്ക് പോയി അടിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പുള്ളിയും അറിയുന്നത് ഹാങ്ക് ഇവിടെ ഉള്ളതായി. റിവാർഡൊക്കെ പ്രഖ്യാപിച്ച് എല്ലാവരും തിരയുന്ന ഹാങ്കിനെ ഇവിടെ നിർത്തിയാൽ ഈ സ്ഥലത്തിന് നമുക്കും എല്ലാം കുഴപ്പമാണെന്ന് ഡിക്ക് ഒരു ദാക്ഷിണ്യമില്ലാതെ വയറുകാളി നിൽക്കുമ്പോഴാണ് ഷാർലറ്റ് പിള്ളേരെയും കൊണ്ട് അവിടേക്ക് എത്തുന്നത്. സ്വന്തം അച്ഛനെ കണ്ടുള്ള മകളുടെ സ്നേഹത്തിന് മുന്നിൽ ഡിക്കിനൊന്നും മറുത്തു പറയാനും പറ്റാത്ത അവസ്ഥ. എന്തൊക്കെയായാലും ഇതിനെ തന്നെ കൂട്ടു നിർത്തേണ്ട നിലപാട് തന്നെയാണ് ഷൈനിങ് മാന്.
അയാൾ ഇറങ്ങിയച്ചും എയർബേസിലേക്ക് വിട്ടു പോകുമ്പോൾ ഹാങ്ക് റോണിയെ പുണർന്ന് ഇനി മോളെ ഞാൻ ഒരിക്കലും വിട്ടുപോകില്ലെന്ന് വളരെ ഇമോഷണൽ ആവുന്ന കണ്ടു നിൽക്കുന്ന വില്ലിൻ്റെ മൈൻഡ് വോയിസ് എന്തായിരിക്കും? എനിക്കും ഉണ്ടൊരച്ഛൻ, രാവിലെ ഒരു അറവച്ച് തന്നിട്ട് അവിടെ ഉണ്ട്. ഷാർലറ്റ് അവനെ ചേർത്ത് നിർത്തുമ്പോൾ ഒരു കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചേരെ, ഡിക്കിൻ്റെ കൂട്ടാളികൾ ഈ ഷെഡ് സെറ്റാക്കി അടുത്ത ദിവസം തന്നെ കുറേ ലേഡീസും മ്യൂസിക്കുമായി ഒരു അർമാദ പാർട്ടി സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇത് നമ്മൾ മുന്നേ ഒരിക്കൽ സിന്നേഴ്സിൽ കണ്ടില്ലായിരുന്നോ? അതിലെ ജൂക്ക് ജോയിൻ്റ് പോലെ ഒരു സെലിബ്രേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന ഒടുക്കം സിന്നേഴ്സിലെ ജൂക്ക് ജോയിൻറ്റിൻ്റെ ഗതി വരുത്തരുതെന്നാണ്. പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ, നമുക്ക് നോക്കാം. ഡെറിയുടെ ബെസ്റ്റ് വ്യൂ പോയിൻ്റായ വാട്ടർ ടവർ. ബാക്കി എല്ലാവരും പോയതോടെ റിച്ചും മാർജും മാത്രമായി അവിടെ. ഇവന് നേരത്തെ മുതൽക്കേ മാർജിന് മേലൊരു കണ്ണുണ്ട്. ഇപ്പോൾ ഒരു കണ്ണ് മൂടി കിട്ടി നിൽക്കുന്ന മാർജിനടുത്ത് വന്നിട്ട് കൂടുതൽ അടുക്കാൻ വേണ്ടി അവളുടെ ആ ബാൻഡേജൊക്കെ വേനയില്ലാതെ ഇളക്കിത്തരാമെന്ന് പറഞ്ഞ് തുപ്പലൊക്കെ തൊട്ട് ഇളക്കി കൊടുക്കുന്നു. റിച്ചിന് ബോധ്യമുണ്ട് ആ മോൺസ്റ്ററും അതിൻ്റെ ഇൻഫ്ലുവൻസും എല്ലാം നമുക്ക് പുറകെ തന്നെയുണ്ട്. അതാണിങ്ങനെ പരസ്പരം വഴക്ക് കൂടിക്കാനുള്ള ഇടവരുത്തുന്നത്. പക്ഷേ ലില്ലി പറഞ്ഞ പോലെ ആ കിട്ടിയ കടാര വെച്ച് അതിനെ നിർത്തിക്കാൻ കഴിയുമെങ്കിൽ അതിനിറങ്ങി തിരിക്കുകയല്ലേ വേണ്ടത്. മാർജാകട്ടെ അവളെല്ലാത്തിനും റെഡിയാണ്. പക്ഷേ മെരുക്കി എടുക്കേണ്ടത് റോണിയല്ലേ. അങ്ങനെ റിച്ച് ആഗ്രഹിച്ച പോലെ കുറച്ച് നല്ല സായന നിമിഷങ്ങൾ മാർജ് മൊത്ത് ചെലവഴിക്കാൻ കിട്ടുമ്പോൾ ഡിക്കിൻ്റെ കാര്യമോ? അയാൾ ബേസിലെ കോട്ടേഴ്സിലെത്തി തലയുടെ ഭ്രാന്ത് മാറ്റാൻ വെള്ളമടി തന്നെ. രാവിലെ ഇവിടേക്ക് മേജർ ഹാലൻ കാണാനെത്തുന്നത് ഷായുടെ പുതിയ ഓർഡറുമായിട്ടാണ്. സോൾജേഴ്സിന് നഷ്ടപ്പെട്ടതുകൊണ്ടൊന്നും അയാൾ ഈ ദൗത്യം ഉപേക്ഷിക്കാൻ പോണില്ല. സമയം കളയാതെ ഈ ഓപ്പറേഷൻ തുടരേണ്ടതുണ്ട് എന്ന നിയമക്രമമായി മേജർ എത്തുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം വേറൊന്നാണ്. ആ ടണൽ നടന്ന് എന്താണെന്ന് അയാൾക്ക് അറിയണം. കുറേ സമയം ഡിക്ക് അതിലല്ലായിരുന്നോ? മാത്രമല്ല അയാളുടെ സൈക്കിക് കേബിലിറ്റി വെച്ച് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടാകില്ലേ? ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച് ഡിക്ക് വെളിവാക്കുന്ന കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ അതേ ലോഗ് ബോക്സിനെ കുറിച്ചാണ്. കുട്ടിക്കാലത്ത് മരിച്ചവരെ കാണാൻ കഴിയുന്ന ഒരു ഭയാനക കഴിവുണ്ടായിരുന്നു ഡിക്കിന്. ഈ ഒരു കഴിവിനെക്കുറിച്ച് അറിയാവുന്നതും കുറച്ച് ആ കഴിവ് ഉള്ളതുമായ ഡിക്കിൻ്റെ അമ്മാമ്മ കൊച്ചുമകൻ ഉറക്കമില്ലാത്തതുകൊണ്ട് ഒരു ബിഗ് ഗോൾഡ് ബോക്സിനെ കുറിച്ച് മനസ്സിൽ സങ്കല്പിക്കാനുള്ള ഒരു വിദ്യ പറഞ്ഞു കൊടുത്തു. കാണാൻ പേടിയുള്ളതും കാണേണ്ടാത്തതുമായ എല്ലാത്തിനെയും ആ ബോക്സിൽ അടച്ച് അത് തുറക്കാത്ത വിധം അടച്ചു പൂട്ടിയതായി ഇമാജിൻ ചെയ്യാൻ പഠിപ്പിച്ചങ്ങനെ 9-ാം വയസ്സിൽ ഇങ്ങനെ ചെയ്തതിൽ പിന്നെ ഇതുവരെ ഒന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ആ ടണൽ വെച്ച് ഡിക്കിൻ്റെ മൈൻഡിലേക്ക് ആ സ്പിരിറ്റ് ഒരു വിഷൻ ഉണ്ടാക്കിയപ്പോൾ അച്ചാച്ചൻ്റെ രൂപത്തിലെത്തി ആ ബോക്സിൻ്റെ കെട്ടുപൊടിച്ച് തുറന്നിരിക്കുവാണ്. പുറത്തു വന്നപ്പോൾ റൂസയെ കണ്ടു തുടങ്ങി വീണ്ടും അലട്ടലുണ്ടാകുമ്പോൾ ദേ ഇപ്പോഴും ഹാലനോട് സംസാരിച്ച് നിൽക്കെ വേറൊരു മരിച്ച പട്ടാളക്കാരനും. അമ്മാമ്മ പറഞ്ഞിട്ടുള്ളത് മരിച്ചവരെല്ലാം മരിച്ച ആ ഇടത്ത് തന്നെ കറങ്ങി നടക്കും. പക്ഷെ ഒരു കാര്യം ഇവർക്ക് പല രഹസ്യങ്ങളും അറിയാം. മനുഷ്യർക്കോ ഇവരൊക്കെ മനുഷ്യരായിരുന്നപ്പോഴും അറിയാൻ കഴിയാത്ത പല നിഗൂഢ രഹസ്യങ്ങളും. ഡിക്ക് ആ ഡെഡ്സിനോടെല്ലാം അങ്ങോട്ടേക്ക് പോയി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നവരേക്കും അവർ ഡിക്കിനെ കാണില്ല. അതുകൊണ്ട് സേഫാണ്. പക്ഷേ അവരുമായി ബന്ധപ്പെട്ടാൽ പിന്നെ അയാളുടെ തലയ്ക്കുള്ളിൽ നിർത്താത്ത ഒച്ചയും അലർച്ചയുമായിരിക്കും ഈ മരിച്ചവരുടെയൊക്കെ. ഇതെല്ലാം കേൾക്കുന്ന ഹാൻഡലാണ് ഒരു പുതിയ ഉണർവുണ്ടാവുന്നത്. അപ്പോൾ തങ്ങളെല്ലാം ടണൽ തേടുന്ന സംഭവത്തെക്കുറിച്ച് ഡിക്ക് കാണുന്ന എല്ലാ മരിച്ചവർക്കും അറിയാൻ സാധിക്കും. അവരുമായി സംസാരിച്ചു കഴിഞ്ഞാൽ ഡിക്കിനെ കണ്ടുപിടിക്കാം. പക്ഷെ ഒരു കാര്യം, അതിനുശേഷം പിന്നെ ഹാലോറാൻ ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല. ആകെ ഭ്രാന്തിലിരിക്കുന്ന ഹാലോറാൻ സുപ്പീരിയർ ഓഫീസറെന്ന് പോലും നോക്കാതെ ഹാൻലാനോട് ഇറങ്ങിപ്പോകാൻ അലറിക്കരഞ്ഞ് പറയുന്നതിനെ തുടർന്ന് അയാൾ പോകുന്നു, ഒരു താക്കീത് കൊടുത്തുകൊണ്ട്. ചെയ്യേണ്ട പണി ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തു വേണമെന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട്. മൊത്തം പ്രശ്നമാണ്. ലിലിക്കും പ്രശ്നമാണ്. അവൾക്ക് ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യാനേ പറ്റണില്ല. ആ അങ്കലാപ്പിലായ മൊമെൻ്റാണ് മനസ്സിൽ. പെന്നി വൈസ് അടുത്തേക്ക് അങ്ങനെ ഇരുണ്ടു വരുന്ന കാഴ്ച. പെട്ടെന്ന് ഡെസ്കിൽ അച്ഛൻ്റെ അച്ചാർ വിഷൻ വീണ്ടും വരുന്നതോടെ കയ്യിൽ കൂടെ കൊണ്ടു നടക്കുന്ന ഡാഗർ എടുത്ത് നീട്ടി നോക്കെ പുറമേ നിൽക്കുന്നവർ നോക്കുമ്പോൾ പാവ ഒരു ക്ലാസിക് മെൻ്റലായി വരുന്നതേ വിചാരിക്കും. അസ്വസ്ഥയായി അവൾ ഇറങ്ങിപ്പോകുമ്പോൾ അത് വീണ്ടും കംഫർട്ട് സോണായ ഇൻഗ്രീഡിയൻ്റ് അടുത്തേക്കാണ്. വില്ലിൻ്റെ കാര്യം നോക്കിയാൽ നാളെ തന്നെ ഷാർലറ്റ് അവനെയും കൂട്ടി ഷോ പോർട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ്. ഒന്നാമത്തെ കാര്യം, ഈ വന്നു കയറുന്ന ഹാലൺ ഇവരുടെ മോൺസ്റ്ററിൻ്റെ കെണിയിൽ കൊണ്ട് ചാടിച്ചെന്ന ദേഷ്യത്തിലാണ്. പക്ഷേ ഹാലണും അത് അറിയില്ലായിരുന്നു എന്നത് മറ്റൊരു സത്യം. 2, മകനെ കൈനീട്ടി അടിക്കുന്നത് കണ്ട് കേരളത്തിലോ ഇന്ത്യയിലോ ജനിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഷാർലറ്റിന് ഭയങ്കര വിഷമമായി. അതിന് കാര്യം പറഞ്ഞാൽ പക്ഷേ ഹാലണയും അതെങ്ങനെ സംഭവിച്ചെന്നൊരു അത്ഭുതമാണ്. തൻ്റെ മൈൻഡ് അപ്പോൾ വേറെന്തോ കൺട്രോൾ ഉള്ള പോലെയാണ് തോന്നിയത്. മാത്രമല്ല റൂസയെക്കുറിച്ച് ഓർത്തുള്ള കുറേ അലട്ടൽ. എന്തായാലും ഹാങ്കിനെ ബ്ലാക്ക് സ്പോട്ട് ഷെഡ്യൂളിൽ പാർപ്പിച്ചിട്ടുള്ളതായും അത് തൻ്റെ ബുദ്ധിയാണ്, എന്തോ പറഞ്ഞാലും മാറാൻ പോണില്ലെന്നും ഷാർലറ്റ് ഷ്രീ പോർട്ടിലേക്ക് പോകുന്ന തീരുമാനത്തെക്കുറിച്ച് ഹസ്ബൻഡിനെ അറിയിക്കുന്നു. ഹാൻലൺ വന്നാലും ഇല്ലേലും പോകും. അതിനു മുന്നേ ഹാങ്കിനെ സുരക്ഷിതമായി ഡെറിയിൽ നിന്ന് പുറത്തു കടത്തുകയും ചെയ്യും. ഇതൊക്കെയാണ് ഷാർലറ്റിൻ്റെ പദ്ധതികൾ. റിച്ച് അവൻ ആഗ്രഹിച്ച നിമിഷങ്ങളിൽ വളരെ സന്തോഷത്തോടെ എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ ഒരു പേടിയുണ്ട്. ഒടുക്കവനെ പെന്നിവൈസിൻ്റെ കൊടൂരമായ വേട്ടക്കിട്ട് കൊടുക്കാനാണോ എന്തോ ഭാവത്തിനെ. ബ്രേക്ക് ടൈമിൽ മാർച്ച് മൊത്ത് ചെലവഴിക്കെ ഇരുവരും റോണി ഹാങ്കുമായി കണ്ടുമുട്ടിയതെക്കുറിച്ച് അറിഞ്ഞ് സംസാരിച്ച് തലേ രാത്രി വീട്ടിലെ ഡ്രെയിൻ പൈപ്പിൽ നിന്നായി എന്തൊക്കെയോ ശബ്ദം കേട്ടതെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് പേടിച്ച് റിച്ച് പാവം പിന്നെ പെടുക്കാൻ പോലും പോയില്ല. കട്ടിലിനടുത്തൊരു കുപ്പി ചതലങ്ങ് പെടുത്തൊഴിച്ച് പിരിന്ന് രാവിലെ കൊണ്ട് കളഞ്ഞെന്ന് പറഞ്ഞങ്ങനെ മാർച്ചിൻ്റെ കണ്ണിലിടാൻ വേണ്ടിയിട്ട് പൈറേറ്റ്സിൻ്റെ പോലുള്ള കണ്ണുമൂടിയൊക്കെ കൊടുത്തിരിക്കെ ദേ ഭണ്ഡാരം വീണ്ടും പാറ്റി കേക്സും ടീമും. കണ്ണു കുത്തി പൊട്ടിച്ചത് ലിലിയാനാണെന്നും അതല്ലേ ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് നടന്ന് എന്താണെന്ന് പറ എന്ന് വിളിക്കുന്നു. യൂറ്റുകളുടെ തൊല്ല ഒഴിവാക്കാൻ മാർജിന് ഇനി ഇതേ ഒരു വഴിയുള്ളൂ.
ലിലി അങ്ങനെ ഇൻഗ്രിഡിൻ്റെ വീട്ടിലെത്തുന്നതിലും ആരും കതക് തുറക്കാത്തതുകൊണ്ട് തള്ളി തുറന്ന് അകത്തേക്ക് നോക്കാൻ കയറുന്നു. ആ ഇളിഞ്ഞ ചിരിയുമായൊരു കിളവൻ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്, പെന്നിവൈസിൻ്റെ സാന്നിധ്യത്തെ കട്ടുന്ന പോലെ. അകത്ത് ഗ്രാമഫോണിൽ മ്യൂസിക് കിട്ടുന്നുണ്ട്, പക്ഷേ ആരെയും കാണാനില്ല. ലിലി പയ്യെ മുകളിലേക്ക് കയറി നടന്ന് അവിടെ കാണുന്ന ഒരു ആൽബത്തിലൂടെ ചുമ്മാ ഒന്ന് കണ്ണോടിക്കുന്നു. ഇൻഗ്രിഡിൻ്റെയും ഭർത്താവ് സ്റ്റാൻക്രഷിൻ്റെയും മറ്റുമൊക്കെ പല ഫോട്ടോസുള്ള ആൽബമാണ്. ആനിവേഴ്സറിയും ചൈൽഡ്ഹുഡ് മൊമെൻറ്റ്സൊക്കെയുള്ള ചിത്രങ്ങൾ നോക്കവേ ദേർ ഹി ഈസ് ബോബ് ഗ്രേ. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ആ തിയറി സത്യമായിരിക്കുകയാണ്. പപ്പ ബോബ് ഗ്രേയുമായി കുഞ്ഞ് ഇൻഗ്രിഡ് മൊത്തം നിൽക്കുന്ന ആ ചിത്രം നോക്കി നിൽക്കെ അവിടേക്ക് വലിയ ഇൻഗ്രിഡ് എത്തുകയാണ്. ആരെയും പ്രതീക്ഷിക്കാനില്ലാതെ നിന്നതാണവർ. ലില്ലിയെ കണ്ട് തിരക്കുമ്പോൾ അവൾ ഓടയിലേക്ക് പോയതെക്കുറിച്ചും ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചും പറഞ്ഞ് കരഞ്ഞ് ഇമോഷണലായി കെട്ടിപ്പിടിച്ച് നിൽക്കെ അവിടെയായി ഒരു ഫോട്ടോ ഫ്രെയിം കാണുന്നതോ പെന്നിവൈസ് ക്ലൗണിൻ്റേത്. ലിലി ഓടയിൽ വെച്ച് കണ്ട അതേ മോൺസ്റ്റർ രൂപം, എന്നാൽ അത് മോൺസ്റ്ററാകും മുന്നേയുള്ള മനുഷ്യരൂപമാണ് ബോബ് ഗ്രേ. ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ലിലിയുടെ കണ്ണുകൾ കണ്ട് ഇൻഗ്രിഡ് അവൾ പെന്നിവൈസിനെ കണ്ടെത്തി എന്നറിയുന്നതിന് പിന്നാലെ നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ഫ്ലാഷ് ബാക്കിൻ്റെ വീതിയിലേക്ക് കടക്കുവാണ്. പെന്നിവൈസ് ദ ഡാൻസിങ് ക്ലൗൺ എന്ന പേരിൽ കാർണിവലുകളിൽ തെരുവ് സർക്കസ് കാട്ടുന്ന ഒരാളായിരുന്നു ബോബ് ഗ്രേ, ഇൻഗ്രിഡിൻ്റെ പപ്പ. പ്രിയപ്പെട്ട പപ്പയെ നഷ്ടപ്പെട്ട ശേഷം അവൾ ഇന്നോളം കാത്തിരിക്കുകയാണ് ഒരു നോക്കുകൂടി കാണാൻ വേണ്ടിയിട്ട്, ഒരുമിച്ചൊത്തുകൂടാൻ വേണ്ടിയിട്ട്. നീണ്ട ആ കാത്തിരിപ്പിന് കാരണം അന്ന് ആ രാത്രിയായിരുന്നു. ഇൻഗ്രിഡ് മേബിളിനെയും കൂട്ടി താഴേക്ക് ചെന്നപ്പോൾ കണ്ട ആ ബലൂൺ മെല്ലെ പറന്നു ചെന്ന് വാതിൽക്കൽ നിൽപ്പുള്ള പെന്നിവൈസിൻ്റെ കൈകളിലേക്ക് എത്തി. വൈകാതെ അവിടെ സ്റ്റീം പൈപ്പിൻ്റെ ആവിയിൽ ആ രൂപം അപ്രത്യക്ഷമായി. ഇല്ല, അപ്രത്യക്ഷമായിട്ടില്ല. പെന്നിവൈസ് മേബിളിനടുത്തെത്തി അവൾ വന്നതിൻ്റെ സന്തോഷത്തിൽ ആ ബലൂൺ കൊടുക്കെ ഇൻഗ്രിഡ് അത് തൻ്റെ പപ്പയാണെന്ന് കരുതി. എന്നാൽ വൈകാതെ വാനറയെ പോലുള്ള വായിൽ നിന്നും മേബിളിനെയും കൂട്ടി ഇൻഗ്രിഡ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കുട്ടി കാൽവഴുതി വീണപ്പോൾ പേടിച്ചിരണ്ട ഇൻഗ്രിഡ് കഥ കടച്ചു. പേടി ഇരട്ടിക്കാൻ മെല്ലെ നടന്നിടത്തേക്ക് പെന്നിവൈസ് വരുമ്പോൾ പക്ഷേ ഡോർ സ്റ്റക്കായതിനാൽ ഇൻഗ്രിഡിനെ തുറക്കാനും കഴിഞ്ഞില്ല. മേബിളൊടുവിൽ അതിന് ഇരയായി തീരുകയും ചെയ്തു. ആ ഭീതിയിൽ നിൽക്കെ ഇൻഗ്രിഡ് തൻ്റെ പപ്പയുടെ കാർണിവൽ മ്യൂസിക് കേട്ടു. ആ എൻറ്റിറ്റി അവളുടെ മനസ്സിൽ കയറി കൂടിയതോടെ ആകർഷിക്കാനായി അവിടെ ബോബ് ഗ്രേയുടെ രൂപത്തിൽ ഷേപ്ഷിഫ്റ്റ് ചെയ്ത് വാത്സല്യത്തോടെ മകളെ അടുത്തേക്ക് വിളിച്ചു. കാലം ഇത്രയെ കാണാതിരുന്ന സന്തോഷം കാട്ടി നടന്നതെല്ലാം വിശദീകരിക്കാമെന്ന് പറഞ്ഞ് കതക് തുറക്കാൻ ആവശ്യപ്പെട്ടതേ തുടർന്ന് ഇൻഗ്രിഡ് ആ സ്നേഹത്തിൽ വാതിൽ തുറന്നപ്പോൾ അവൾക്കുള്ളിൽ ഭയമില്ലായിരുന്നു, സ്നേഹവും സങ്കടവും മാത്രമായിരുന്നു. അങ്ങനെ അവിടെ തുടങ്ങി ഇൻഗ്രിഡിൻ്റെ ക്രൂരത. പെരിവിങ്കിൾ എന്ന തൻ്റെ വിളിപ്പേരും പഴയ ഓർമ്മകളും ഉള്ളതായി കണ്ട പപ്പയെ വീണ്ടും പഴയതുപോലെ എത്തിക്കാൻ, മുക്തി നേടിയെടുക്കാൻ അവൾ പെന്നിവൈസിൻ്റെ ഒരു ഫീഡറായി തീർന്നു. വീണ്ടും പപ്പയെ കാണാനുള്ള അവസരമുണ്ടാക്കി അസേലത്തിലെ പല കുട്ടികളെയും വേട്ടയ്ക്കിട്ട് കൊടുത്തപ്പോൾ അതിലൂടെ ഒടുവിൽ അച്ഛൻ മോചിതമാകുമെന്ന് അവൾ വിശ്വസിച്ചു. മറ്റൊരു സത്യം, ബില്ലും കൂട്ടരും സെമിത്തേരിയിൽ പോയപ്പോൾ അവിടെ വെച്ച് കണ്ടത് ഇൻഗ്രിഡിനെയായിരുന്നു. കുട്ടിക്കാലത്ത് തൻ്റെ പപ്പയുമൊത്ത് പെരിവിങ്കിളായി ആടുമ്പോൾ ധരിക്കുന്ന കോസ്റ്റ്യൂം ഇട്ട് അവിടേക്ക് എത്തിയത് പപ്പയെ വീണ്ടും കാണാമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു. പിന്നീട് വിൽ ടെലിസ്കോപ്പ് വഴി കണ്ടതും ഇവരെയായിരുന്നു. അന്നവിടെ ഇൻഗ്രിഡിൻ്റെ നീലക്കാർ കിടന്ന് ആരൊക്കെ ശ്രദ്ധിച്ചു. ഇപ്പോൾ അങ്ങനെ വാദി പ്രതിയാകുമ്പോൾ തന്നെ ഒന്നും ചേർന്ന് നിൽക്കുന്ന ലിലിയോട് അവർ പറയുന്നതോ ഇനിയും ലിലി അവളുടെ സ്വന്തം അച്ഛനെ കണ്ടാൽ ഓടാതെ കെട്ടിപ്പിടിക്കാനും സ്നേഹിക്കാനും, എന്തോന്ന് പെന്നിവൈസിൻ്റെ വയലേക്ക് ചെന്ന് കയറി കൊടുക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഡെറിയിൽ നിന്ന് മരിച്ചവരാരും യഥാർത്ഥത്തിൽ മരിക്കുന്നില്ലെന്നും ഇന്ന് രാത്രി തന്നോടൊപ്പം ഒരിടത്തേക്ക് വരാനും പറയുന്ന കണ്ട് ലിലി പേടിച്ച് ഡാഗർ എടുത്ത് അവരുടെ കയ്യിൽ വെട്ടി അവിടുന്ന് കടന്നു കളയുവാണ്. ലിലിയുടെ അടുത്ത ട്രോമ, ആകെയുള്ള കംഫർട്ട് സോണിലുള്ള ആളും ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കുവാണ്. വിൽ മാർജിനെയും റിച്ചിയെയും കൂട്ടി ബ്ലാക്ക് സ്പോട്ടിലേക്ക് എത്തുമ്പോൾ കുറച്ച് ആളനക്കൊക്കെ ഉണ്ട്. കാരണം ആ വൈകുന്നേരമാണ് അവർ ആ പാർട്ടി നടത്താനിരിക്കുന്നത്. അങ്ങനെ അകത്ത് കയറി ചുറ്റുപാടൊക്കെ കണ്ട് ഹാങ്കും റോണിയും ഒത്തിരിപ്പുള്ള ആ മൂലയ്ക്കുള്ള മുറിയിലെത്തി ഇവർ റോണിയെ മാറ്റി നിർത്തി എങ്ങനെയും കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുവാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് ആ ഓടയിലെ ടണലിലേക്ക് പോയി ലില്ലിയുടെ കയ്യിലെ കടാര വെച്ച് അതിനെ ഉന്മൂലനം ചെയ്യാനായി. റോണിയുടെ പ്രതികരണം സ്വാഭാവികമാണ്. കുറേ തീയതി നിന്നപ്പോൾ അച്ഛനെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഇനി സേഫാണെന്ന് ഉറപ്പുവരുത്താതെ ഇനി അച്ഛനെ വിട്ട് എങ്ങോട്ടുമില്ലെന്ന് തറപ്പിച്ച് പറഞ്ഞ് മുറിയിലേക്ക് പോകുമ്പോൾ വില്ലും പിറകെ വെച്ച് പിടിക്കുന്നത് ഹാങ്കിനെ കൂടി അറിയിച്ചൊന്ന് സെറ്റാക്കാനാണ്. പക്ഷെ ഹാങ്കിനും മകളെ അപകടമാണെന്ന് അറിഞ്ഞും പറഞ്ഞു വിടാനൊരു ചിന്തയുമില്ല. എന്നാൽ ഇവിടെ വില്ലിൻ്റെ പെരുമാറ്റം കണ്ട് അവന് റോണിയോടെന്തോ ഒരു അടുപ്പവും കെയറിങ്ങും ഉള്ളതായി മനസ്സിലാക്കി ഹാങ് സംസാരിച്ച് തനിക്ക് എന്തെങ്കിലും പറ്റിയാൽ റോണിയെ നോക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നു. വില്ലാകട്ടെ, ഞാനുള്ളപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ലെന്ന് വലിയ വായിലെ വർത്തമാനം പറഞ്ഞ് തിരിച്ചെത്തുമ്പോൾ റിച്ചും മാർജും പാർട്ടി കണ്ട് ആസ്വദിക്കുവാണ്. മദ്യവും സംഗീതവും ഒക്കെ ജൂക്ക് ജോയിൻ തകൃതിയായി നടക്കുമ്പോൾ ഡിക്ക് അവിടേക്ക് എത്തുന്നുണ്ട്, മൂടൊന്ന് തിരിച്ചു പിടിക്കാനെന്ന രീതിയിൽ. എന്നാൽ ഇതിനിടയ്ക്ക് പുറത്ത് ടൗണിൽ വേറൊരു സംഭവം നടക്കുവാണ്. വെള്ളക്കാർ ബാറിലിരുന്ന് പിള്ളേരെ പിടിയാൻ ഹാങ്കിനെ പിടിക്കാൻ നാളെ റെയിൽവേ ട്രാക്കിലും ഓടയുടെ ടണലുമൊക്കെ തിരയാൻ പദ്ധതി മെനയവേ ചീഫ് ബോവേഴ്സ് അവിടേക്ക് എത്തുകയാണ്. അയാൾക്ക് വിവരം കിട്ടി ഹാങ്ക് എവിടെയുണ്ടെന്നതിനെക്കുറിച്ച്. ഒരു അജ്ഞാത സ്ത്രീ വിളിച്ചിട്ട് സൂചന തന്നിട്ടുണ്ട്. പക്ഷേ പോയി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഹാങ്ക് രോഗം ചാടിപ്പോയതോടെ അത് ബോവേഴ്സിൻ്റെ കഴിവുകളെ മാറ്റി സേവനത്തിൽ നിന്ന് പിരിച്ചുവിട്ട് സാമാനങ്ങളെല്ലാം പൊടി തട്ടിയെടുത്ത് സ്റ്റേഷൻ വിടാൻ ഒരുങ്ങുമ്പോഴാണ് ഈ ഒരു കോൾ വന്നത്. അതുകൊണ്ട് ഇതാരോടും പറഞ്ഞതുമില്ല.
ഇതെല്ലാം ഇപ്പോൾ ഈ റെസിഡൻസിനോട് വന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നിയമം കയ്യിലെടുത്ത് ഒരു ആക്രമണം നടത്തി ഹാങ്കിനെ പിടികൂടാനും. ബ്ലാക്ക് സ്പോട്ടിൽ ആളുണ്ടെന്ന് ബോവേഴ്സിന് മനസ്സിലായി. തൻ്റെ പണി തെറിപ്പിച്ച ഹാങ്കിന് മേൽ ഇനിയൊരു പരിഗണനയും നൽകാനാകില്ല. ഇയാളങ്ങനെ നാട്ടുകാർക്ക് വയലൻസിനുള്ള ലൈസൻസ് കൊടുക്കുമ്പോൾ ഷെഡിൽ നമ്മുടെ ചെക്കൻ തകർക്കുവാണ്. സെയ്മിയെ പോലെ പാർട്ടിക്ക് ഡ്രം വായിക്കുന്നവൻ അടിച്ച് പിമ്പിരിയാതെ തുടർന്ന് സ്റ്റിക്ക് റിച്ചിൻ്റെ കയ്യിലെത്തി അവൻ നല്ല തകർപ്പൻ താളത്തിൽ ഡ്രംസ് അടിച്ച് വെച്ച് കീച്ചുമ്പോൾ മാർജിനും ക്രഷ് തോന്നി തുടങ്ങി. ഡിക്കിനെ നോക്കിയാൽ അയാളിൽ എന്തോ ഒരു വല്ലായ്മ വീണ്ടും തോന്നി തുടങ്ങുന്നത് നല്ലതിനല്ല. ഒരു വൺ ടെററിൻ്റെ തുടക്കമെന്നോണം ഇൻഗ്രിഡ് വീട്ടിലായി നിന്ന് ഒരിക്കൽ കൂടി പെരിവിങ്കിളായി നിറഞ്ഞാടാൻ ഒരുങ്ങുമ്പോൾ ബ്ലാക്ക് സ്പോട്ടിൽ ഷെഡിന് പുറത്തായി ഡിക്കിൻ്റെ കൂട്ടാളികളിൽ ഒരുവൻ ഒരു സ്ത്രീയുമായി നിന്ന് സല്ലപിക്കവേ വരികയാണ്. കുറേയധികം കാറുകളും ബ്രൈറ്റ് ഹെഡ്ലൈറ്റ് ഇട്ട് വെരുപിടിച്ച കുറേ അപകടങ്ങളും. ബോവേഴ്സ് പറഞ്ഞുവിട്ട റെസിഡൻസാണ്. തോക്കുകളുമായി എന്തിനും തുനിഞ്ഞിറങ്ങി നിൽക്കുമ്പോൾ എല്ലാവരും മുഖംമൂടിയും ധരിച്ചാണ് എത്തിയിട്ടുള്ളത്. ഒരു റേഷ്യൽ അറ്റാക്കിന് തുടക്കം കുറിക്കുന്ന ആ ഒരു പോയിന്റിൽ ശുഭം. ഒരു വൻ ക്ലിഫ് ഹാങ്ങർ. ഇനി എന്തൊക്കെ പൊട്ടിത്തെറികളാണ് നടക്കാൻ പോകുന്നത്? ശശാങ്കിലേക്ക് പോകുകയായിരുന്ന വാഹനത്തെ ഒരു കാര്യവുമില്ലാതെ അപകടത്തിലാക്കി ഹാങ്കിനെ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് പെന്നിവൈസ് ഇങ്ങനൊരു ക്ലൈമാക്സ് എഴുതി വെച്ചിട്ടായിരുന്നു എന്ന് നമുക്കിതോടെ ഉറപ്പിക്കാനുള്ള എല്ലാ വകയും ആയിട്ടുണ്ട്. ഹാങ്ക് രോഗനെ വിട്ടു തന്നാൽ ഞങ്ങൾ പോകും എന്ന മൈൻഡ് സെറ്റുമായിട്ടാണ് വെള്ളക്കാർ എത്തിയിരിക്കുന്നത്. പക്ഷേ അവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് ഇനി കണ്ടു തന്നെ അറിയണം. ഇൻഗ്രിഡ് ബോബ്ഗ്രിയുടെ മകളാണെന്ന് ഈ എപ്പിസോഡിൽ റിവീൽ ആകുമ്പോൾ മുന്നേ പറഞ്ഞ പോലെ ഹാങ്കിൻ്റെയും റോണിയുടെയും ഇനിയുള്ള കാഴ്ചകൾ സുഖമുള്ളതായിരിക്കില്ല. ബോവേഴ്സിന് ബ്ലാക്ക് സ്പോണിനെ കുറിച്ചുള്ള വിവരം കൊടുത്ത ആ സ്ത്രീ ഇൻഗ്രിഡ് തന്നെയാണെന്ന് ഷുവറാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഇൻഗ്രിഡിൻ്റെ പല നിഗൂഢതകളും ചുരുളഴിയുമ്പോൾ ലിലി വീട്ടിലേക്ക് കയറി ചെന്ന ആ ഒരു സിറ്റുവേഷനിൽ ഗ്രാമഫോണിൽ കേൾക്കുന്ന ആ മ്യൂസിക്കിൽ നിന്ന് തുടങ്ങാം. ആ മ്യൂസിക് തന്നെയാണ് ഇറ്റ് ചാപ്റ്റർ 2-ൽ മിസ്സിസ് കർഷ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതും ഇത് ഒന്നാണോ? ആൽബത്തിൽ നിന്ന് ഇൻഗ്രിഡിൻ്റെ ജനനം 1900 ആണെന്ന് മനസ്സിലാക്കാം. 1962-ൽ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ അവർക്ക് 62 വയസ്സും. അപ്പോൾ ഇറ്റിൽ അങ്ങനെ നോക്കുമ്പോൾ 117 വയസ്സാകും. ഒന്നുകിൽ അത് ജസ്റ്റ് ബിവേർലി എന്നാ കാണുന്ന ക്യാരക്ടറിൻ്റെ തോന്നലാകാം. ഇല്ലെങ്കിൽ പെന്നിവൈസിൻ്റെ പവറിലൂടെ എന്തെങ്കിലും സവിശേഷത ലഭിച്ച് ആയുസ് നിലനിൽക്കുന്നതുമാവാം. സ്റ്റാൻ കർഷ് ഇൻഗ്രിഡിൻ്റെ ഹസ്ബൻഡായിട്ട് 10 കൊല്ലമേ ആയിട്ടുള്ളൂ. 53-ൽ ഇവരുടെ 10th വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ടുള്ള ഫോട്ടോ ആൽബത്തിൽ കാണാം. അതിനർത്ഥം മുന്നേ ഇവർക്ക് മറ്റു വിവാഹം നടന്നിട്ടുണ്ട്. കാരണം 1928-ൽ വിവാഹം നടക്കുന്ന വേളയിലെ ഫോട്ടോസ് ഈ ആൽബത്തിൽ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിൽ, ആൽബത്തിലെ മിക്ക ഫോട്ടോസും ഒപ്പിയെടുത്തിട്ടുള്ള മക്മൾട്രി സ്റ്റുഡിയോസ് ഇപ്പോഴും ഡൽഹിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഷാർലറ്റ് പിള്ളേരെ ഒട്ടിക്കുമ്പോൾ ദേ ഇവിടെ കാണാതെ. മുമ്പൊരിക്കൽ ചീഫ് ബോവേഴ്സ് വന്നിട്ട് ഡിക്കിനെയും സംഘത്തെയും പുറത്താക്കിച്ച അതേ ഫാൽക്കൺ ബാളിൽ തന്നെയാണ് ഇത്തവണയും ബോവേഴ്സ് എത്തുന്നതായി കാണിക്കുന്നത്. ഹാങ്കിനെ പിടികൂടാനുള്ള വഴി പറയുമ്പോൾ അവിടെ നമ്മൾ മുമ്പ് ശശാങ്കിലേക്ക് കൊണ്ടുപോകാനുള്ള വണ്ടിയിൽ ഹാങ്കിനെ കയറ്റാൻ കൊണ്ടുപോകവേ തോക്കുമായി ഓടിയത്തെ ഫില്ലിൻ്റെയും സൂസിയുടെ അച്ഛനെയും കാണാം. ഒപ്പം സ്റ്റാൻ കർഷും. തൻ്റെ ഭാര്യയുമായിട്ടുള്ള വിധം ഇയാൾ പൊക്കിയോ ഇല്ലയൊന്നും അറിയില്ല. പക്ഷേ ഇവരെല്ലാം കൂടിയാണ് ഇപ്പോൾ ഹാങ്കിനെ റാഞ്ചാൻ ബ്ലാക്ക് സ്പോട്ടിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയൊരു തിയറി പറയാം. ഇതെല്ലാം പെന്നിവൈസിൻ്റെ പ്ലാൻ എന്നതുപോലെ തന്നെ ഇൻഗ്രിഡിനും അറിയാം. തുടക്കത്തിൽ റോണിയും ലിലിയും അടങ്ങുന്ന സംഘം തിയേറ്ററിൽ പോയപ്പോൾ ഇൻഗ്രിഡിൻ്റെ കൂടെയായിരുന്നു ഹാങ്ക് എന്ന് ഷാർലറ്റിനോട് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ കൊലക്കിട്ട് കൊടുത്ത് ഹാങ്കിൻ്റെ ശ്രദ്ധ മാറ്റാനുള്ളൊരു തന്ത്രമായിരുന്നു അത്. പിന്നീട് ഹാങ്കിനെ പോലീസ് പൊക്കാനുള്ള പ്രധാന അണി ഇട്ടുകൊടുക്കുന്നതും അവർ തന്നെ. ബോവേഴ്സിനെ അജ്ഞാതമായി വിളിച്ച് അന്നേ രാത്രി ഹാങ്കിനെ സ്ട്രീറ്റിൽ കണ്ടെന്ന് സാക്ഷിമൊഴി നൽകി. ഒടുവിൽ പെന്നിവൈസിൻ്റെ ഇൻഫ്ലുവൻസിൽ ഹാങ്കിനെ വീണ്ടും അവളുടെ അടുത്തേക്ക് എത്തിച്ച് ഷാർലറ്റിലൂടെ ബ്ലാക്ക് സ്പോട്ടിലേക്ക് എത്തിച്ച് നിർത്തുമ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്ന പൊട്ടിത്തെറിക്ക് സാക്ഷ്യം വഹിക്കാനല്ലേ ഇപ്പോൾ ഇൻഗ്രിഡ് ഒരിക്കൽ കൂടി പെരിവിങ്കിൾ വേഷം അണിയുന്നത്? ഇവിടേക്കല്ലേ ലിലിയോട് രാത്രി വരാനെന്ന് പറഞ്ഞ കൈ നീട്ടിയതും? ഇതെല്ലാത്തിൻ്റെ ഉദ്ദേശം ഇവൾ മുന്നേ പറഞ്ഞ പോലെ പിതാവിനെ ആ പൈശാചിക ബന്ധനത്തിൽ നിന്നും മുക്തനാക്കി തിരികെ എത്തിക്കണമെന്ന അന്ധമായ ആഗ്രഹത്തോടെയാണ്. എന്തായാലും സീരീസ് ഇത്രയാകുമ്പോഴത്തേക്കും ലിലിയുടെ മാനസിക നില തെറ്റാതിരിക്കുന്നത് ഒരു അത്ഭുതമാണ്. ഏക കംഫർട്ടായിരുന്ന ഇൻഗ്രിഡും ഇപ്പോൾ അതേ വില്ലനായി മാറിയപ്പോൾ ഇനി ആരുടെ ലിലിക്ക് ആശ്രയം? വീട്ടിലുള്ള മമ്മയാട്ടെ പിൽസിൽ അഡിക്റ്റും. പലർക്കും തോന്നിയ സംശയമാകും എന്തിന് ഇൻഗ്രിഡ് ആ ക്ലൗൺ വേഷം അണിഞ്ഞ് ലിലിയും കൂട്ടരെയും പിന്തുടരുന്നു എന്നത്. കാരണം തൻ്റെ പപ്പ ബോബ്ഗ്രയെ ഇൻഗ്രിഡ് നഷ്ടമാവുന്ന 8-ാം വയസ്സിലാണ്. ആ കാലം കഴിഞ്ഞ് ഇത്രയും വർഷം കഴിയുമ്പോൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇൻഗ്രിഡ് ആ ഒരു പഴയ വേഷവിധാനത്തോടെ നടക്കുന്നത്. ബോബ്ഗ്രയുടെ മരണത്തിൻ്റെ ബാക്ക് സ്റ്റോറി 1908-ലെ ആ അയൺ വർക്ക്സ് മില്ലിലുണ്ടായ സ്ഫോടനമാണ്. അന്ന് പെന്നിവൈസ് ദ ഡാൻസിങ് ക്ലൗൺ എന്ന സർക്കസ് ഷോ കുട്ടികൾക്കും മറ്റും മുന്നിൽ അവതരിപ്പിച്ച് നിൽക്കെ ആ ഒരു സാഹചര്യത്തിലായിരുന്നു അവിടെ എക്സ്പ്ലോഷൻ ഉണ്ടായത്. ഈറ്റ് അവിടെ വെച്ച് ഈ പെന്നിവൈസിനെ കണ്ട് പിന്നീട് അങ്ങോട്ട് ഈ രൂപം എടുത്ത് വേട്ടയാടാൻ തുടങ്ങിയതാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും പക്ഷേ സീരീസിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു തന്നെ അറിയണം. ടണലിൽ നിന്ന് പുറത്തേക്ക് എത്തുന്നതും റൂസോയുടെ ദുരാത്മാവിനെ കാണുമ്പോൾ ഡിക്ക് മിണ്ടാതെ നിൽക്കുന്നതപ്പോൾ ഹാലനോട് പറഞ്ഞ ആ കാര്യം കൊണ്ടാണ്. അതോ സംസാരിച്ചാൽ പിന്നെ അത് ഡിക്കിനൊരു തീരാ തലവേദനയാവും. അവിടുന്ന് തിരിച്ചങ്ങനെ ബ്ലാക്ക് സ്പോട്ടിലേക്ക് എത്തുമ്പോൾ ഹാലറാൻ കൂട്ടാളികളിൽ ഒരുവനെ കാണുന്നതും ഒരതിശയ മുഖഭാവത്തോടെ പറയുന്നുണ്ട് ഫ്രിഡ്ജ് ലീക്കായി വെള്ളം പോകുന്നതും അത് മാറ്റാനും. ഇത് ഡിക്കിൻ്റെ ഹാലുസിനേഷൻ അല്ലെങ്കിൽ വരാൻ പോകുന്ന സംഭവങ്ങളിൽ ഇതിന് എന്തേലും പങ്കുണ്ടായേക്കും. എന്തായാലും നിങ്ങളുടെ തിയറീസും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാൻ മറക്കണ്ട.
അപ്പോൾ പുതിയൊരു എക്സ്പീരിയൻസുമായി കാത്തിരുന്നു കാണാം.